ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം കേട്ടോ. ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാം. അതേപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയും അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ചിക്കൻ ചില്ലി. അപ്പോൾ അതും എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ദാ ഒരു പാത്രത്തിൽ ചെറിയ ചിക്കൻ്റെ പീസ്, എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം ഒരു ബൗൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് മസാല തേച്ച് വെക്കുക. മസാല എന്ന് പറഞ്ഞാൽ ഒരുപാട് മസാലയൊന്നും ഇല്ല, അത് ഇട്ട് കൊടുത്താണ്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കുക. ഇനി ഒരു സ്പൂണ് സോയാ സോസും ചേർത്ത് കൊടുക്കുക. സോയാ സോസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇതിലുണ്ടാവും ഉപ്പ്, സോയാ സോസിൽ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കുക, കുറച്ച് ചേർത്താൽ മതിയേ. അങ്ങനെ ഇതാ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ 3.5 കപ്പ് അരി വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് ചിക്കൻ ചില്ലി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കോൺഫ്ലവർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ ഞാനൊരു 2.5 സ്പൂണ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പൂണ് മൈദയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചിക്കൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 1/2 കിലോ ചിക്കനേ ഇത് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിക്കുള്ള അളവാട്ടോ ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ കൂടുതലൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതാ കുറച്ച് ചില്ലി സോസ് ചേർക്കുക. ഒരു സ്പൂണ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു സ്പൂണ് സോയാ സോസും ചേർത്ത് കൊടുക്കുക. നമുക്കിത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടണ കാട്ടിലും ടേസ്റ്റാണ് കേട്ടോ അതുപോലെ വീട്ടിലുണ്ടാക്കിയാൽ. അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് പൊറോട്ടൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു സ്പൂണ് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ സോയാ സോസും ചില്ലി സോസും ഒക്കെ ചേർത്തില്ലേ, അതിലൊക്കെ ചിലപ്പോൾ ഉപ്പുണ്ടാവും. പിന്നെ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി കേട്ടോ, ചെറുനാരങ്ങൻ്റെ പകുതി, ആ ചെറുനാരങ്ങൻ്റെ നീരും പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ഞാനത് അപ്പം മറന്നു പോയിട്ടോ. പിന്നെ ചിക്കൻ ഇട്ട് മിക്സ് ചെയ്തെടുത്തപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ മുട്ട ചേർത്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ ഞാൻ പിന്നെയാണ് കേട്ടോ മുട്ട ചേർത്തത്. കുഴപ്പമൊന്നുമില്ല, പിന്നെ ചേർത്താലും മതി. മുട്ട ചേർക്കാൻ മറക്കരുത് കേട്ടോ. മുട്ടയും കൂടെ ചേർക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അങ്ങനെ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുത്തു. പിന്നെ അതേപോലെ കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ ഒരു 2 മുട്ടയൊക്കെ എടുത്തോളാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 1/2 കിലോയിലേറെ ഉണ്ടാവും. ഞാനൊരു ഏകദേശ കണക്ക് പറഞ്ഞതാണ്, കറക്റ്റ് അറിയില്ല. ഒരു ചിക്കൻ കൊണ്ടുവന്നതാണ് കേട്ടോ, ഇന്ന് അങ്ങനെ എടുത്തതാണ് ഞാൻ. അപ്പോൾ അത് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരി കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ 3.5 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ സെല്ല ബസുമതി റൈസ് ഇല്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വൈറ്റ് കളറുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലോണം കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കുതിർന്നാൽ മതി കേട്ടോ. അതിലേറെ കുതിരണ്ട. അതിലേറെ സമയമായി കഴിഞ്ഞാൽ ചിലപ്പം അരി പറ്റ വെന്ത് കുഴഞ്ഞു പോകും. അങ്ങനെ വെന്ത് കുഴഞ്ഞു പോയാൽ ഫ്രൈഡ് റൈസ് ടേസ്റ്റും ഉണ്ടാവില്ല. അരി ഇങ്ങനെ പൊട്ടിപ്പോവില്ലേ, ചോറിൻ്റെ വറ്റിങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ ഫ്രൈഡ് റൈസ് നല്ല രീതിയിൽ കിട്ടൂല. അപ്പോൾ ഒരു 10 മിനിറ്റ് മതി കേട്ടോ വെള്ളത്തിൽ കിടക്കാൻ. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിവിടെ വെള്ളം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് വെള്ളം അടുപ്പത്ത് വെക്കുകയാണേ. എന്നാൽ 10 മിനിറ്റ് ആകുമ്പോഴത്തേന് വെള്ളം തിളച്ചോളും. അപ്പോൾ നമുക്ക് അരി വേവിച്ചെടുക്കും ചെയ്യാം. അങ്ങനെ അതാ അടുപ്പൊക്കെ കത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കടന്നിട്ട് തിളക്കട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക്, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓരോന്നും നമ്മൾ ചെയ്ത് വെക്കുമ്പം അതിൻ്റെ ഇടയിൽ വേറെ ജോലികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് പിന്നെ കുറച്ച് ടൈം എടുക്കണം. എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുനടക്കണ്ടേ. അപ്പോൾ ആ ഒരു ടൈമേ പോവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എളുപ്പമാവും. അപ്പോൾ ഇനി ഞാൻ ചിക്കൻ പൊരിച്ചെടുക്കാണ് കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചിക്കൻ ചില്ലിക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ്റെ ഓരോ പീസും ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടോ. അങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒട്ടിക്കിടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അപ്പുറം ഒന്നും ചിലപ്പം ശരിക്കും വെന്ത് കിട്ടൂല. അപ്പോൾ ഇങ്ങനെ ആകുമ്പം എളുപ്പം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി എടുക്കാൻ പറ്റും കേട്ടോ, എളുപ്പം വെന്ത് കിട്ടും.
പിന്നെ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, 2 പ്രാവശ്യമൊക്കെ ആക്കിയിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഒരു ട്രിപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ട്രിപ്പിനും കൂടെ ഉള്ളതുണ്ട് കേട്ടോ ചിക്കൻ പൊരിച്ചെടുക്കാൻ. അത് നമുക്ക് അടുത്ത ട്രിപ്പിൽ അങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ട് പിന്നെ ഞാൻ ഇതിലേക്കുള്ള സവാള തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ക്യാപ്സിക്കം വേണം, ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊന്നും വീഡിയോയിൽ കാണിക്കായിട്ടാണ് കേട്ടോ. പിന്നെ എന്നോട് കുറേ കൂട്ടുകാർ ഇത് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്, നിങ്ങൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന് പറഞ്ഞിട്ട്. അതേപോലെ വെജ് ബിരിയാണിൻ്റെ റെസിപ്പിയും ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇൻഷാല്ല ഓരോന്നങ്ങനെ എൻ്റെ ഒഴിവിനനുസരിച്ചിട്ട് ഓരോന്നും നിങ്ങൾ പറഞ്ഞ റെസിപ്പീസൊക്കെ ഞാൻ നമ്മളെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇൻഷാല്ല. അങ്ങനെ കേട്ടോ ചിക്കനൊക്കെ ഒരു ഭാഗമൊക്കെ മുരിഞ്ഞ് വന്നപ്പം മറ്റേ ഭാഗവും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിന്. അങ്ങനെ ഇതിപ്പം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ എൻ്റെ ചിക്കൻ കുറച്ചൊക്കെ വലിപ്പമുണ്ട് കേട്ടോ. അത് കറി വെക്കാൻ കൊണ്ടുവന്ന ചിക്കനാണ്. അപ്പോൾ ഞാനും ഇന്ന് ഫ്രൈഡ് റൈസ് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചിക്കൻ ചില്ലിയും ഫ്രൈഡ് റൈസും ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ചിലപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത്ര വലിപ്പം ഉണ്ടാവില്ലല്ലേ, ചിക്കൻ കുറച്ച് വലിപ്പം കുറവായിട്ടാവും. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. അങ്ങനെ 2 പ്രാവശ്യമാക്കി ഇട്ടിട്ട് ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ. അതിന് കുറച്ച് ഞാൻ ഓയിൽ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി കേട്ടോ, അത് തൊലി കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുത്തു. അത് രണ്ടും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ സവാള ചതുരത്തിൽ കട്ട് ചെയ്ത സവാള ചേർക്കുന്നുണ്ട്. സവാള 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനത്. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് അധികം വേണ്ട, കുറച്ച് മതി. പിന്നെ നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തേച്ചപ്പോഴൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ ഈ സോയാ സോസും ചില്ലി സോസും ഒക്കെ ചേർക്കുമ്പോഴേ അതിൽ ഉപ്പുണ്ടാവും, അപ്പോൾ ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സവാള കേട്ടോ ഞാൻ അതിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കാണ് കേട്ടോ. ക്യാപ്സിക്കം ഞാൻ 2 ക്യാപ്സിക്കാണ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ക്യാപ്സിക്കാണ്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 1 മതി. അങ്ങനെ അതും കട്ട് ചെയ്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ചില്ലി സോസ് ചേർക്കാം. അപ്പോൾ 1 സ്പൂൺ ചില്ലി സോസ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ നമുക്കിതിലേക്ക് സോയാ സോസും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ടൊമാറ്റോ സോസും ചേർക്കാം. ഞാൻ ചിക്കനിൽ മസാല തേച്ചപ്പോഴും ഒക്കെ കുറേശ്ശെ ചേർത്തിട്ടുണ്ട്, എന്നാലും ഇതിലേക്കും നമുക്ക് കുറേശ്ശെ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും ചേർക്കുക. ക്യാപ്സിക്കം ഞാൻ പറഞ്ഞല്ലോ ചെറുത് ആയതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അത് 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ യെല്ലോ കളറും ഗ്രീൻ കളറും അതേപോലെ റെഡ് കളറുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ ക്യാപ്സിക്കം. അങ്ങനെ കളറൊക്കെ മാറ്റി ചേഞ്ച് ആക്കിയിട്ട് അങ്ങനെയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ഇത് 2ഉം ചേർത്തിട്ട് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്ര പൊടികളെ നമ്മളിതിലേക്ക് ചേർക്കണുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണല്ലോ. ഇവിടുത്തെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ചിക്കൻ ചില്ലി. ഫ്രൈഡ് റൈസും അതിൻ്റെ കൂടെ രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇത് അതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ചിക്കൻ ഒന്നും കൂടെ വേവാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അങ്ങനെ ചൂട് കട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ചെറിയ തീയിലിട്ട് കൊടുത്താൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം കൂടുതൽ ചേർക്കാത്തതുകൊണ്ട് അടി പിടിക്കുമല്ലേ എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ, ചെറിയൊരു ബൗളിന് ഒരു ബൗള്. ഇനി ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ. അപ്പോൾ ഇതാ ഇനി ഞാൻ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് കുറുകിയ ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ അത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാ 1.5 സ്പൂണ് അതിലേക്ക് ചേർത്ത് കൊടുത്തു, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതാ സ്പൂൺ കൊണ്ട് നല്ലോണം കട്ട കെട്ടാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇനി ഈ മിക്സ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാട്ടോ ഇതിപ്പോൾ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേവാനാവുന്ന സമയത്താണ് ഇതിലേക്ക് ഇത് ചേർക്കുന്നത്.
അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാട്ടോ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ തന്നെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കോൺഫ്ലവർ ഒന്ന് വെന്ത് വരട്ടെ. അപ്പം കുറച്ച് നേരം ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പം എളുപ്പമല്ല ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കാം കേട്ടോ. പിന്നെ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ അരി കഴുകാനല്ല, അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളത്തേക്ക് ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ വെള്ളത്തേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു സ്പൂണൊക്കെ. അത് അരി തമ്മിലിങ്ങനെ കുട്ടിമുട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ അത് ഇതിക്ക് ഇട്ട് കൊടുക്കുക. ഈ തിളച്ച വെള്ളത്തിൽ അരി ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇളക്കി കൊടുത്ത് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ അത് വേവേറും. അപ്പം വേവേറും ചെയ്യരുത്. എന്നാൽ പാകത്ത് ഒരു 80% വേവിന് നമുക്കിത് കിട്ടണം കേട്ടോ. അങ്ങനെ പാകത്ത് വേവിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ഇതായി കഴിഞ്ഞാൽ നമ്മളെ ശ്രദ്ധ മാറും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് വരാൻ നേരം വൈകും. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കലാണ് കേട്ടോ. അപ്പം അത് കുറച്ച് നേരമായി വെള്ളം തിളച്ചിട്ട് നമ്മൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കല്ലേനോ, അപ്പോൾ അത് കഴിയട്ടെ എന്നിട്ട് അരി ഇട്ട് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ നിന്നതാണ്. അപ്പോൾ അത് വേവാൻ അധികം ടൈമൊന്നും വേണ്ട കേട്ടോ, ഒരു 8 മിനിറ്റൊക്കെ മതി. അപ്പോൾ ഞാൻ അത് അടച്ച് വെച്ചിട്ട് പിന്നെ കിച്ചണിൽ വന്നിട്ട് വേഗം നമുക്ക് കുറച്ച് ചിക്കനും കൂടെ ഉണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ ഫ്രൈഡ് റൈസ്ക്ക് മസാലയൊക്കെ തേച്ച് മാറ്റി വെച്ചിട്ടില്ലേനോ, ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മളിപ്പം ചിക്കൻ ചില്ലിക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചല്ലോ, അതിന് ഓയിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഓയിലാണ് ഈ ഒരു ചിക്കനും കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തീയൊന്ന് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെയും മാനേജ് ചെയ്യുക, ഇവിടെയും മാനേജ് ചെയ്യുക. നമ്മളല്ലെങ്കിൽ നമ്മൾ വീട്ടമ്മമാർ അങ്ങനെയാണല്ലോ അല്ലേ, ഒരേ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മളെ ഹസ്ബൻഡുമാർ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അതിന് കഴിയില്ലല്ലോ. ഓരെന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അത് മാത്രം ഫോക്കസ് ചെയ്തേ ചെയ്യുള്ളൂ. ഇവിടെ എൻ്റെ ബാബുക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാൻ ചെയ്യുന്ന പോലെ കഴിയൂല. കുക്ക് ചെയ്യും, പക്ഷേ ചിലപ്പോൾ അപ്പുറത്ത് പോയി വരുമ്പോഴത്തേന് ഇപ്പുറത്ത് കരിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കേട്ടോ. നമ്മൾ പിന്നെ അതൊക്കെ അങ്ങനെ മാനേജ് ചെയ്ത് പോവും. അങ്ങനെ അത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. പിന്നെ ഞാനൊരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 3 4 എത്ര വേണമെങ്കിലും എടുക്കട്ടോ. പിന്നെ ഞാനിവിടെ 3.5 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളത് ഫ്രൈഡ് റൈസിന്. അപ്പം 3 മുട്ട കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടായിന് 3 മുട്ട. പിന്നെ ഇത് ഒന്ന് കറക്റ്റ് അളവാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുക, അത് ഞങ്ങൾക്കും ഷെയർ ചെയ്ത് തരാം കേട്ടോ. നമ്മളെ ചാനലിൽ പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നതും മന്തി ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് ഒരുപാട് കൂട്ടുകാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്നോട് കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഓരോ റെസിപ്പീസൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഷെയർ ചെയ്ത് തരാണ് കേട്ടോ. അങ്ങനെ ആ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് അത് റെഡിയാക്കിയപ്പോഴത്തേന് നമ്മൾ ചോറ് വന്നിട്ടുണ്ടായിന്. അപ്പോൾ അത് ഞാൻ ഊറ്റിയിട്ടോ, ഒരു 80% വേവായിട്ടുണ്ട്. അപ്പോൾ ഓട്ടപാത്രത്തിൽ ഊറ്റി വെച്ചാൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ അത് വേവേറും. ആ പാത്രത്തിൽ ആ ഒരു ചൂടോട് കൂടിയിട്ട് അങ്ങനെ അമ്പി കിടക്കുമ്പോഴേ വേവ് ഏറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ഒരു തട്ടുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവിയൊക്കെ ഒന്ന് പോയിക്കോളും. അപ്പോൾ ഒന്ന് തണുത്ത് വരുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വേവ് ഞാൻ അതിൽ കടന്നിട്ട് വേവണ ആ ഒരു പേടിയില്ല. അപ്പോൾ തന്നെ നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിനല്ലോ, അത് ആയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിന് മാറ്റി പിന്നെ അതിൽ തന്നെ നമുക്ക് ഈ മുട്ട ഒന്ന് ചിക്കി ഇതാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടൻ്റെ ബാറ്റർ തീ ഒഴിച്ചു കൊടുത്താണ്. അപ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി ഇതാക്കി കൊടുക്കട്ടോ. അപ്പോൾ നമ്മളെ ചട്ടി കുറച്ച് ചൂടേറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഒരു കളർ മാറ്റം കണ്ടില്ലേ. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ചട്ടി തന്നെയാണ്. ഞാൻ പിന്നെ കഴുകിയിട്ടൊന്നുമില്ല, അതിൽ തന്നെയാണ് കേട്ടോ അതും മുട്ടയും വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതും ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി നമുക്ക് മാറ്റി വെക്കാം. വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ മുട്ട ചിക്കിയത് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ഇവിടെ ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 2-3 സ്പൂണൊക്കെ വേണം സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ എന്താ അറിയോ ചോറ് പറ്റ ഡ്രൈ ആവും കേട്ടോ.
അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊരു ചോറിനൊരു സോഫ്റ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ വേണം. അപ്പോൾ ഒരു 2-3 സ്പൂൺ എന്തായാലും ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് നമ്മൾ കയ്യിലുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ബീൻസ് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ക്യാബേജും ഒക്കെ ഞാൻ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതൽ എടുക്കണമെങ്കിൽ കൂടുതൽ എടുക്കട്ടോ. അപ്പോൾ നമ്മളവിടെ അങ്ങനെ കൂടുതൽ പറ്റൂല ചോറിൽ അങ്ങനെ വെജിറ്റബിൾസ് കാണണം കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഓരോ വീട്ടിലും ഓരോരോ സ്വഭാവങ്ങളാവുമല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കുക. പിന്നെ അതേപോലെ എടുക്കുക. അപ്പോൾ അത് ഞാൻ ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നല്ലോണം ഇങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോവണ്ട, എന്നാൽ ഒരു പാകത്തെ വേവ് വേണേനും ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണം. പിന്നെ അതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഇനി നമുക്ക് ഇതിലിട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കുക. കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒന്നും കൂടെ ഒന്ന് ആവട്ടെ വെജിറ്റബിൾസൊക്കെ. പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് രാവിലെ കറി ഉണ്ടാക്കിയപ്പോൾ വേവിച്ചപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതും ഉണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേ പറഞ്ഞത് നമുക്ക് ഇഷ്ടമല്ല നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. പിന്നെ ഉപ്പ് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ റൈസും ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെയുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോയാ സോസും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം വേവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾസൊക്കെ അത്ര വെന്താൽ മതി. ഇനി ഇതിലേറെ വെന്ത് കഴിഞ്ഞാൽ ആകെ വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗ്രീൻ പീസ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഈ ഒരു സമയത്താണ് കേട്ടോ അതിലേക്ക് ചേർത്തത്. അപ്പോൾ അതും ചേർത്തിട്ട് ഒന്നും കൂടെ ആ എണ്ണയിലിട്ടിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ മുട്ട ചിക്കി വെച്ചിട്ടില്ലേനോ, ആ മുട്ട ചിക്കി വെച്ചതും ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിനല്ലോ ചെറിയ പീസാക്കിയിട്ടുള്ളത്, അതും നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അങ്ങനെ ആദ്യം മുട്ട ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ചിക്കനും ചേർത്ത് കൊടുത്തു. പിന്നെ ഉള്ളിത്തണ്ട് ഉണ്ടെങ്കിൽ ഉള്ളിത്തണ്ടും ചേർക്കാം കേട്ടോ. ഉള്ളിത്തണ്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ആക്കിയതല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെയാണ് ഇട്ടും ചെയ്തിട്ടുള്ളത്. എന്നാലും വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഉള്ളിത്തണ്ടും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉള്ളിത്തണ്ടും ഇട്ട് കൊടുത്തോളേണ്ടി. പിന്നെ ഇത്ര പണി തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചാൽ ചോറ് കുറേശ്ശെ അങ്ങനെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. നന്നായിട്ട് ഇങ്ങോട്ട് ചട്ടുകം വെച്ചുകൊണ്ട് ഇളക്കി ഉടച്ചെടുക്കരുത്, ചോറ് ഉടഞ്ഞു പോവും അങ്ങനെ ആകുമ്പം. ഇതേപോലെ കുറേശ്ശെ ചോറ് ചേർക്കുക, എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. അതും മരത്തിൻ്റെ തവി എടുക്കുകയാണ് നല്ലത്. സ്റ്റീലിൻ്റെ ചട്ട് കൊടുക്കണ കാട്ടിലും നല്ലത് മരത്തിൻ്റെ തവിയോ അല്ലെങ്കിൽ പിന്നെ സ്പാച്ചിലല്ലേ അതെടുക്കുക കേട്ടോ നല്ലത്. അപ്പോൾ റൈസൊക്കെ നമുക്ക് പാകത്തെ വേവിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പാകത്തെ വേവിനായിട്ട് കിട്ടിയാലുള്ളൂ ഇതേപോലെ മിക്സ് ചെയ്യുമ്പം ചോറ് ഉടഞ്ഞു പോവാതൊക്കെ. അങ്ങനെ ഞാൻ കുറേശ്ശെ ചോറേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിൽ കാണുമ്പം വെജിറ്റബിൾസൊക്കെ കുറച്ച് കുറവായിട്ട് തോന്നണുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ. നമുക്ക് എന്താ അറിയോ, നമ്മളെ മക്കൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പെറുക്കി വെക്കണ കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ പിന്നെ അതിനനുസരിച്ചിട്ട് അതിലേക്ക് ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. പെട്ടെന്ന് നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ മുട്ടയും ചിക്കനും ഒക്കെ നമ്മൾ റൈസിൽ ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ വെജിറ്റബിൾസൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. ചില കൂട്ടുകാരൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ ആവും, പക്ഷേ ഓരോരുത്തരും ഓരോരോ രീതിയിലാണല്ലോ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചിക്കൻ ചില്ലി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ചിക്കൻ ചില്ലിനെക്കാട്ടിലും ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ 2 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. അതേപോലെ നിങ്ങൾ ഇതുപോലെയാണോ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കൽ എന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട്. അപ്പോൾ നമ്മളെ വെള്ളിയാഴ്ചത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയേക്കാണ്. ചിഞ്ചുമോളും മഞ്ചുമോളും ഉണ്ട്. പിന്നെ ബാബു പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ എല്ലാ റൈസും ഞാൻ അതിലേക്ക് കുറേശ്ശെ അങ്ങനെ ഇട്ട് പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഒന്നും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒന്ന് കയ്യിൽ വെച്ചിട്ടേ ഒന്നിങ്ങനെ കുടഞ്ഞു കൊടുക്കുക. അങ്ങനെ കുടഞ്ഞു കൊടുക്കുമ്പോൾ
എല്ലാ ഭാഗത്തും നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാ ഭാഗത്തും ആയിക്കോളും. അതുപോലെ തന്നെ ചോറ് നല്ലോണം ഒന്ന് ചൂടാവണം കേട്ടോ. അതുപോലെ ഇങ്ങനെ ആവി വരുന്ന കണ്ടില്ലേ. അപ്പോൾ റൈസ് നല്ലോണം ഒന്ന് ചൂടായി കിട്ടണം. എന്നിട്ട് വേണം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വിളമ്പി കഴിക്കാം. അപ്പോൾ ബാവും പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിനി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ്ട് അങ്ങനെ കഴിച്ചിട്ടോ. ഞാനും മഞ്ജും ചിഞ്ചും അതേപോലെ തന്നെ ബാവും മറ്റൊരു രണ്ടാളും പിന്നെ സ്കൂളിട്ട് വന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഈ ഒരു ചില്ലി ചിക്കൻ ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്ലോപ്പായി പോവില്ല. ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കുകൊണ്ടിട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈഡ് റൈസ്ക്ക് മാത്രമല്ല പൊറോട്ടൻ്റെ കൂടെയും ഒക്കെ കഴിക്കട്ടോ. ചപ്പാത്തിൻ്റെ കൂടെ വേണമെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം. അപ്പം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ റൈസൊക്കെ പാകത്തെ വേവിനാട്ടോ നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂല. ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇതൊരു കാണാനും ഒരു ലുക്ക് ഉണ്ടാവില്ല, അതേപോലെ കഴിക്കാനും പറ്റ കുഴഞ്ഞോയ ഒരു ടേസ്റ്റ് തോന്നൂല. അപ്പം എല്ലാം നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും റെസിപ്പീസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ട് കേട്ടോ. ചില കൂട്ടുകാരൊക്കെ കമൻറ്റ് ബോക്സിൽ ഓരോന്നിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ കാണാം കേട്ടോ. താങ്ക് യു.